തിരുവല്ലയിലേക്കാണ് അല്ലേ? വീണ്ടും കോൺഗ്രസിന് തലവേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. തിരുവല്ല നെടുമ്പറമ്പിൽ നിക്ഷേപ തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇ.ഡി. ഫിനാൻസിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കോൺഗ്രസിനും CPM-നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന NM രാജു വൻ തുകകൾ പാർട്ടി ഫണ്ടായി നൽകിയെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു പുത്തമ്പുലരി. ആ നെടുമ്പറമ്പിൽ പല പാർട്ടികളുടെയും നെഞ്ചത്ത് തറയ്ക്കുന്ന അമ്പായി മാറുകയാണോ? എന്തൊക്കെയാണ് വെളിപ്പെടുത്തലുകൾ? ആർക്കൊക്കെയാണ് തലവേദന? ആർക്കൊക്കെയാണ് നെഞ്ചിടിക്കുന്നത്? പ്രദീപിള്ള, ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവും കുടുംബവും 2 വർഷമായി EDയുടെ അന്വേഷണ പരിധിയിലാണ്. 44 കോടി രൂപയുടെ സ്വത്തുക്കൾ, അതായത് ഇവരുടെ പല സ്ഥാപനങ്ങളിൽ നിന്നായി 44 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി മരവിപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ NM രാജു ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റണി MP പലതവണ തന്നെ കാണാൻ വന്നിരുന്നതായും തൻ്റെ പക്കൽ നിന്നും 2 കോടി രൂപ പലിശയ്ക്ക് വാങ്ങിയതായുമായാണ് രാജുവിൻ്റെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ നടത്തി അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഈ പലിശയ്ക്ക് വാങ്ങിയ പണമാണെങ്കിൽ പോലും 7 വർഷം കൊണ്ട് 20 ലക്ഷം രൂപ മാത്രമേ ആന്റണി MP തിരിച്ചടച്ചുള്ളൂ. ഇത് നിക്ഷേപകരുടെ പണമാണ്, അങ്ങനെയാണ് തൻ്റെ സ്ഥാപനം പൊളിഞ്ഞത്. ഈ ഒരു മൊഴിയാണ് ED ഉദ്യോഗസ്ഥർക്കും ഈ NM രാജു നൽകിയിരിക്കുന്നത്. എന്തായാലും EDയും SITയും മാത്രമല്ല, ഈ പുതിയ വാർത്തകൾ അനുസരിച്ച് വിജിലൻസ് കൂടി ഈ NM രാജുവിനെയും ആന്റണിയെയും ഒക്കെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ED ആണോ, വിജിലൻസ് ആണോ, അല്ലെങ്കിൽ SIT ആണോ ആദ്യം ഇവരെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്തായാലും ED അടക്കം പിടിമുറുക്കി കഴിഞ്ഞു. ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് തകരാനുള്ള കാരണം തന്നെ ഇത്തരത്തിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയതാണ് എന്ന വെളിപ്പെടുത്തലാണ് NM രാജുവിൻ്റേത്. കാരണം പല തവണയായി പല രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന തല നേതാക്കളടക്കം ഇത്തരത്തിൽ നെടുമ്പറമ്പിൽ നിന്നും പണം വാങ്ങിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഇടനിലക്കാരനായി NM രാജുവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസും മാറിയോ എന്നുള്ളൊരു സംശയം ഇടിക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കൊക്കെ കടക്കുകയാണ്. ഈ ആന്റണി രാജു മാത്രമല്ല, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ മാത്രമല്ല പല ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാനതല നേതാക്കൾ ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഇടമായി ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലേക്കാണ് ED ചോദ്യം ചെയ്യലുകളുമൊക്കെ അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാപനം തകർന്നതോടുകൂടി തന്നെ, ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് തകർന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ കള്ളപ്പണം നിക്ഷേപിച്ചിരുന്ന പല ആളുകളും, സമൂഹത്തിലെ പല ഉന്നതരും ഒരു പരാതി പോലും ഇല്ലാതെ പോയി. പിന്നീട് ഈ പരാതിയുമായി വന്നതൊക്കെ സാധാരണക്കാരായ നിക്ഷേപകരാണ്. അവർക്ക് മാത്രമായിരുന്നു പരാതി. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ താൻ വലിയ തുക സംഭാവനയായി നൽകിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ NM രാജു വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവുമായി ED മുന്നോട്ട് പോകുമ്പോൾ പല ആളുകളിലേക്കും ചോദ്യം ചെയ്യലുകൾ എത്തുമെന്നായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്റണി MPക്ക് കൂടുതൽ കുരുക്കുമുറുകയാണ്. വിജിലൻസ് ആണോ, ED ആണോ, അല്ലെങ്കിൽ SIT ആണോ ആദ്യം ആന്റണിയെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകൾ നൽകിയത്. എന്തായാലും ഏതൊക്കെ വഴിയിലൂടെയാണ് കഷ്ടകാലം ഇങ്ങനെ കയറി വരുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. കാശ് കൊടുത്തവൻ നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് NM രാജു മാണി ഗ്രൂപ്പിൻ്റെ നേതാവാണ്. പക്ഷെ ഇപ്പോൾ കേരള കോൺഗ്രസ് സംബന്ധിച്ച് അതൊരു വലിയ സംഭവമല്ല. ബിസിനസ്സുകാരും ഫിനാൻസിയേഴ്സും പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരും സ്വകാര്യ സംരംഭകരും ഒക്കെ കേരള കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിലെ ഭാരവാഹികളാകുന്നത് പുതുമയല്ല. പക്ഷേ ഈ പണം കൊടുപ്പും കള്ളപ്പണം വെളുപ്പിക്കലും പുതുമയല്ല രാഷ്ട്രീയത്തിലൊക്കെ. അപ്പോൾ നിഷയാണ് വിവരങ്ങൾ നൽകി. നിഷ ദിലീപ്.